ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. നേരത്തെ ഞാൻ വിഷ് ചെയ്യാൻ എല്ലാവർക്കും. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നുവെന്ന് കാണാം. പ്ലാസ്റ്റിക് ക്യാൻവാസിലുള്ള ഒരു ടിഷ്യൂ കവർ ബോക്സാണ്. ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് ക്യാൻവാസ് ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമ്മളിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരെണ്ണം ഒരു ഹോളിലെടുത്ത് ഒറ്റ ഹോളിൽ തന്നെ അപ്പുറത്ത് കുത്തിയെടുക്കുക. പിന്നെ 2 ഹോൾ എടുക്കുക. അത് അവസാനത്തേൽ കുത്തി 2 ഹോള് ഫിനിഷ് ചെയ്യുക. പിന്നെ മൂന്നാമത്തേതെടുത്ത് 3 ഹോളിൽ മൂന്നാമത്തെ ഹോളിലോട്ട് കുത്തണം. പിന്നെ നാലാമതെടുത്ത് നാലാമത്തെ ഹോളിൽ 4 ഹോളിൽ കുത്തണം. പിന്നെ തിരിച്ചു വരികയാണ് നമ്മൾ. എങ്ങനെയെന്ന് പറഞ്ഞാൽ 3 2 1 4 ഹോള് കഴിഞ്ഞിട്ട് 3 2 1 ഇങ്ങനെ വരും. അപ്പോൾ അത് ട്രയാങ്കിളായിട്ട് കിട്ടും. അത് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ വൈറ്റിൻ്റെ കൂടെ തന്നെ കുത്തി അതിലോട്ട് മുകളിലോട്ട് എടുക്കണം. 2 ഹോൾ അപ്പുറം ഇതും അതേപോലെ 2 ഹോള് രണ്ടാമത്തെ ഹോളിൽ കുത്തണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. സിക്സാഗ് പോലെ തന്നെ വരും. നമ്മൾ ചെയ്ത് നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെഡ് ചെയ്തതുപോലെ അടുത്ത ലൈന് വൈറ്റാണ്. ഞാനിപ്പോൾ ഇതിൽ വേറൊരു കളർ കൂടെ ആ അടിവശത്തുള്ളതിന് ചെയ്തിട്ടുണ്ട്, ഒരു പേർപ്പിൾ കളർ. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. ഞാനിപ്പോൾ റെഡും വൈറ്റും തീമാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് റെഡും വൈറ്റും തീം. എന്നിട്ട് ഇത് എല്ലാം ചെയ്തിട്ട് ഓരോ പീസായിട്ട് എടുത്ത് ജോയിൻ ചെയ്യണം. പീസുകൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. അത് ഇപ്പോൾ ടിഷ്യൂ കവറാണെങ്കിൽ ടിഷ്യൂ കവറിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അളവിന് നമ്മൾ ക്യാൻവാസ് വെട്ടി ഇതുപോലെ ചെയ്യണം. ടിഷ്യൂ പേപ്പർ ഹാൻഡ് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ബോക്സോടെ കിട്ടുമല്ലോ. ആ ബോക്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അളവിന് ഇത് വെട്ടിയെടുക്കണം. എന്നിട്ട് ഓപ്പണായിട്ട് സെൻറ്ററിലൊരു ചെറിയ ഓപ്പൺ ഇടണം, എങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബോക്സായിട്ട് തന്നെ ചെയ്യാണ്. ഇനി ടിഷ്യൂ കവറുണ്ട്. ഈ ടിഷ്യൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ടിഷ്യൂ കവർ ഉള്ള കവറുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ വെച്ചിട്ട് വെറുതെ ഒരു മൂട പോലെ അങ്ങ് ചെയ്യാം. അപ്പോൾ അടിയിലത്തെ ഇത് വേണ്ട, ബേസ് വേണ്ട. വെറുതെ ഇങ്ങനെ അത് കവർ ചെയ്ത് വെച്ചിരിക്കണ പോലെ ഇരിക്കും. അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ ബോക്സായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. എല്ലാ വശവും കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് സെൻറ്ററിൽ മാത്രം
കട്ട് ചെയ്ത്. എന്നിട്ട് ഇതിപ്പോൾ വൈറ്റ് പേപ്പർ, കട്ടി പേപ്പർ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം, എങ്കിലേ ഒരു സ്റ്റിഫ്നെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തളർന്നതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിഫാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർഡ്ബോർഡ് ആയാലും മതി, അത് വെച്ചായാലും മതി, അത് വെച്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഈ പശയാണ് ഞാൻ ഉപയോഗിച്ച ഈ 8000. ഇനി നമുക്ക് ടോപ്പ് ജോയിൻ ചെയ്യാം. വേറൊന്നുമില്ല, അതിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ജോയിൻ ചെയ്ത് 4 വശവും കവർ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വാല്യുബിൾ. അപ്പോൾ നമ്മുടെ ടിഷ്യൂ കവർ ബോക്സ് കഴിഞ്ഞു. എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് റിബൺ വെച്ചൊരു ബോ ചെയ്തു, അതിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച്